എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൊല്ലം ബൈപ്പാസിലെ മേവറം മുതൽ അയത്തിൽ വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐക്കാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് ഉമയനല്ലൂർ കഴിഞ്ഞ് മേവറം ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്നും നേരെ കാണുന്നത് മേവറത്ത് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. വലത് സൈഡിലെ സർവീസ് റോഡ് വളരെ മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇപ്പോൾ ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകളും നടക്കുന്നുണ്ട്. മെയിൻ റോഡ് വരുന്ന ഭാഗത്തെ പഴയ താറങ്ങികളൊക്കെ ഇളക്കി മാറ്റി മണ്ണ് ഇട്ട് ഫില്ല് ചെയ്യുന്ന വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മേവറ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ കാഴ്ചകളാണ്. ഇവിടെ സർവീസ് റോഡിൻ്റെ ആദ്യത്തെ ലെയർ താറങ്ങി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മണ്ണ് ഫില്ല് ചെയ്ത ഭാഗങ്ങളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം. ഡ്രഡ്ജ് ചെയ്തെടുത്ത കറുത്ത മണ്ണാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നതായി കാണുന്നത്. ഇവിടെ നിന്നും ഇടതേക്ക് പോകുന്നത് കൊല്ലം സിറ്റിയിലേക്കാണ്. ഇടത് സൈഡിലെ സർവീസ് റോഡിനോട് ചേർന്ന് ഇപ്പോൾ ആറിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയും ഡ്രഡ്ജ് ചെയ്തെടുത്ത മണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ബാക്കിയുണ്ട്. കൂടാതെ രണ്ട് സൈഡിലെയും അപ്രോച്ച് റോഡുമായി കണക്ട് ചെയ്യുന്ന ഭാഗത്തെ കോൺക്രീറ്റിങ്ങും. ഇപ്പോൾ അണ്ടർപാസിനകത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. മേവറത്തെ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും മുന്നോട്ട് പോയി അപ്രോച്ച് റോഡിൻ്റെ വടക്ക് ഭാഗത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മേവറത്തെ അണ്ടർപാസിൻ്റെ വടക്ക് ഭാഗമാണ്. ഇവിടെ കുറച്ച് ദൂരം വരെ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബുകളും ആറിവാൾ ബ്ലോക്കുകളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. ഇനി സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം താഴെയും വലത് സൈഡിലെ സർവീസ് റോഡ് മെയിൻ റോഡിൽ നിന്ന് അല്പം ഉയർന്നുമാണ് പോകുന്നത്. ഇവിടെ നിന്നും നേരെ പോകുന്നത് പാലത്തറ നിർമ്മിക്കുന്ന അണ്ടർപാസിനടുത്തേക്കാണ്. ഇപ്പോൾ നേരെ കാണുന്നത് പാലത്തറ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ കുറച്ച് ദൂരം വരെ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ച് മെറ്റൽ നിരത്തിയിരിക്കുന്നതായി കാണാം. ഇനി സർവീസ് റോഡ് വഴി പാലത്തറ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തേക്ക് പോകാം. മുകളിൽ ഫ്രിക്ഷൻ സ്ലാബുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം വരെയാണ് ഇപ്പോൾ മെറ്റൽ നിരത്തിയിരിക്കുന്നത്. കടമ്പാട്ടുകോണം മുതൽ മേവറം വരെയുള്ള ഭാഗത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മേവറം മുതൽ കാവനാട് വരെയുള്ള ഭാഗം വളരെ സ്ലോയിലാണ് മുന്നോട്ട് പോകുന്നത്.
ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാലത്തറയിൽ നിർമ്മിച്ച അണ്ടർപാസിൻ്റെ കാഴ്ചകളാണ്. ഇവിടെയും അണ്ടർപാസിൻ്റെ മുകളിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്. ഇവിടെ നിന്നും വലതേക്ക് തിരിഞ്ഞാണ് NS ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. മെഡിസിറ്റി ഹോസ്പിറ്റലും മേവറത്തിനും പാലത്തറയ്ക്കും ഇടയ്ക്കാണ് വരുന്നത്. തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാലത്തറയിൽ വന്ന് യൂട്ടേൺ എടുത്താൽ മാത്രമേ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. പാലത്തറ അണ്ടർപാസിൻ്റെ 2 സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്നും നേരെ പാലത്തറ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ വർക്കുകൾ കാണാം. ഇവിടെ സർവീസ് റോഡിനും മെയിൻ റോഡിനും ഇടയ്ക്ക് കുറച്ച് ഭാഗം വിട്ടിരിക്കുന്നതായി കാണാം. ഇതിന് സമാനമായി ചാത്തന്നൂരിൽ കാരങ്കോട് ഭാഗത്തും കുറച്ച് സ്ഥലം വിട്ടിരിക്കുന്നതായി കണ്ടു. അളവിൽ അധികമായി വന്ന സ്ഥലമായിരിക്കാം. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിന് വീതി വളരെ കുറവായിട്ടാണ് കാണുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാ അണ്ടർപാസും അതിൻ്റെ അപ്രോച്ച് റോഡുകളുമൊക്കെ ഇപ്പോൾ ഒരുപോലെ ഇരിക്കുകയാണ്. പാലത്തറ കഴിഞ്ഞ് മുന്നോട്ട് അയത്തിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ദൂരം വർക്കുകളൊന്നും നടക്കാതെ ഒരുപാട് നാൾ കിടക്കുകയായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ ഒരു തോട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ബ്രിഡ്ജ് കൾവെട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതാണ്. ഇനി പഴയ റോഡ് വരുന്ന ഭാഗത്ത് മാത്രമാണ് വർക്ക് പെൻഡിങ് ഉള്ളത്. ഈ തോട് കുറച്ചുകൂടി മുന്നോട്ട് ചെന്നാൽ വീണ്ടും മെയിൻ റോഡിനെ തന്നെ ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോകുന്നതായി കാണാം. ഇവിടെയും ഇതുപോലെ ബ്രിഡ്ജ് കൾവെട്ടിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. ഇത് 2ാമത്തെ ബ്രിഡ്ജ് കൾവെട്ടാണ്. ഇവിടെയും ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായി സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണമെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും തിരിഞ്ഞ് സർവീസ് റോഡിലേക്ക് കയറി അയത്തിൽ ഭാഗത്തേക്ക് പോകാം. അയത്തിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയും കുറേ ദൂരത്തേക്ക് ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയതായി കാണാം. ഇപ്പോൾ 2 സൈഡിലെയും ക്രാഷ് ബാരിയറുകളുടെ കാസ്റ്റിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അയത്തിൽ ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ 2 ഓപ്പണിങ്ങുകളുള്ള അണ്ടർപാസാണ് നിർമ്മിക്കുന്നത്. കൊല്ലം ആയൂർ റോഡാണ് അണ്ടർപാസിനകത്തുകൂടി കടന്നു പോകുന്നത്. ഇവിടെയും അണ്ടർപാസിന് മുകളിലുള്ള ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ കാസ്റ്റിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്. അണ്ടർപാസിനോട് ചേർന്ന് തന്നെ ഒരു തോടും പോകുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മെയിൻ റോഡ് വരുന്ന ഭാഗം ഉയർന്നാണ് പോകുന്നത്. ഇവിടെ നിന്നും ഇടതേക്ക് തിരിഞ്ഞ് കൊല്ലം ടൗണിലേക്ക് പോകാം. ഇനി ഇവിടെ നിന്നും മുന്നോട്ട് പോയി അയത്തിൽ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ കാഴ്ചകൾ കാണാം. ഇവിടെയും വർക്കുകൾ പുരോഗമിക്കുന്നതായി കാണാം. ഈ ഭാഗത്തെത്തുമ്പോൾ 2 സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ നിർമ്മാണങ്ങളൊന്നും പുരോഗമിച്ചിട്ടില്ല. മേവറം കഴിഞ്ഞ് വരുമ്പോഴുള്ള ആദ്യത്തെ എൻട്രി പോയിൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഈ എൻട്രി പോയിൻറ്റിൻ്റെ
ഭാഗം അടച്ചു വച്ചിരിക്കുകയാണ്. അവിടെ വർക്കുകളൊന്നും ഇപ്പോൾ പുരോഗമിക്കുന്നില്ല. ഇവിടെ ഒരു എൻട്രി പോയിൻ്റ് വന്നതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം. ഇപ്പോൾ തിരിച്ച് തിരുവനന്തപുരം ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ അരിവാൾ ബ്ലോക്കുകളെല്ലാം അടുക്കി വച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിരിക്കും എക്സിറ്റ് പോയിൻ്റ് വരുന്നത്. ആലപ്പുഴ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ അയത്തിൽ പാലത്തറ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി ഈ ഒരു എക്സിറ്റ് പോയിൻ്റ് വഴിയാണ് പോകേണ്ടത്. ഇപ്പോൾ യാത്ര കൂടുതലും സർവീസ് റോഡ് വഴി ആയതുകൊണ്ടാണ് രണ്ട് ഭാഗത്തെയും വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അയത്തിൽ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ കാഴ്ചകളാണ്. ഇവിടെ ഇടത് സൈഡിലെ അരിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചതായി കാണാം. ഈ കാണുന്നതാണ് തോടിന് കുറുകെയുള്ള പാലം. പാലത്തിനോട് ചേർന്ന് തന്നെ നടപ്പാതയും ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഇടതോട്ട് തിരിഞ്ഞാണ് ആയൂർ ഭാഗത്തേക്കൊക്കെ പോകേണ്ടത്. അയത്തിൽ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. അയത്തിൽ പാലത്തറ എന്നീ ഭാഗങ്ങളിലേക്കുള്ള ഫ്രിക്ഷൻ സ്ലാബുകളും അരിവാൾ ബ്ലോക്കുകളുമൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നതായി കാണുന്നത്. നേരത്തെ കണ്ട രണ്ട് തോടുകൾ കടന്നു പോകുന്ന ഭാഗത്തെ ഇടത് സൈഡിലെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഭാഗത്ത് രണ്ട് സൈഡിലുമുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളൊക്കെ നടന്നതായി കാണാം. ഇത് രണ്ടാമത്തെ തോടിൻ്റെ ഭാഗമാണ്. ഇവിടെയും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും സർവീസ് റോഡിലേക്ക് കയറി പാലത്തറ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ കാണുന്നത് പാലത്തറ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെയും അരിവാൾ ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പാലത്തറ അണ്ടർപാസിൻ്റെ തെക്ക് സൈഡിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണിത്. ഇവിടെ നിന്നും നേരെ മേവറം വരെ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കാം.
ഇപ്പോൾ കാണുന്നത് മേവറത്ത് നിർമ്മിച്ച അണ്ടർപാസിൻ്റെ ഇടത് സൈഡിലെ കാഴ്ചയാണ്. കൊല്ലം ബൈപ്പാസിലെ മറ്റ് കാഴ്ചകളുമായി ഉടൻ തന്നെ എത്താം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.